ഹായ്. ആക്ച്വലി ഞാനിപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ ഫോണൊന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് അയർലാൻഡിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ കൊളീഗ്സ് ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മെമ്മറീസൊക്കെ ഇങ്ങനെ ഉള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് കാണാമല്ലേ. കാരണം അതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കത് കിട്ടിയതും നമ്മളെല്ലാവരും അവസാനമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് കാണാം. ഇത് വിഷ്ണു ബ്രോയാണ്. അവൻ്റെ ഒരു സ്നേഹവും സന്തോഷവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ എല്ലാവർക്കും എന്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ആ 27 ശേഷം ഞങ്ങൾ വേർപിരിട്ടതിന് ശേഷം ഞാൻ ഇനി എല്ലാവരും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു ഓർഗനൈസേഷനിലേക്ക് ഇത് വരും, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുണ്ടാവില്ല. ജിനീഷേട്ടൻ എനിക്ക് സൂചന തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജിനീഷേട്ടൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അങ്ങനെ എൻ്റെ കഥാപ്രസംഗത്തിന് ശേഷം എല്ലാവരും അവരുടേതായിട്ടുള്ള ഫീഡ്ബാക്സൊക്കെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം എനിക്ക് 9 കൊളീഗ്സും എൻ്റെ മാനേജറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് രാകേഷ് ബ്രോ മാത്രം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി കണ്ണൂരുകാരനാണ്. പുള്ളിയുടെ ഒരു പേഴ്സണൽ റീസൺ കൊണ്ട് പുള്ളിക്ക് മാത്രം ഞങ്ങളുടെ ആ ഒരു ഗെറ്റ് ടുഗദറിനകത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്കും നമ്മുടെ കൊളീഗ്സ് ഒരു വളരെ ഷോർട്ട് പീരീഡ് മാത്രം നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 11 മാസത്തെ ആ ഒരു സന്തോഷം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാവരും അവിടെ പങ്കുകിട്ടും. അന്നത്തെ രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അവിടെയുള്ള ആർക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ആ തൃശ്ശൂർ റൗണ്ടിലൂടെയൊക്കെ ആ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഇറങ്ങി നടന്നു. നമ്മളെല്ലാവരും ആ സന്തോഷം ശരിക്കും ആ രാത്രി ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഉണ്ട്. ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് കഴിഞ്ഞതിന് ശേഷം മാനേജർ എനിക്കൊരു പൊന്നാട അണിയിപ്പിച്ചു. 11 മാസത്തെ കാലയളവിൽ ഞാൻ പുള്ളിയുടെ അണ്ടറിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് എന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് എൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ, എവിടേക്കാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, എല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു തന്നു. അത് തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം വീണ്ടും ജിനീഷേട്ടൻ വന്നിരിക്കുകയാണ്. സാറ് മാത്രം പൊന്നാട അണിയിപ്പിച്ചാൽ പോരാ, പുള്ളിക്ക് കൂടെ ഒന്ന് പൊന്നാട അണിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വന്നിരിക്കണേ. അങ്ങനെ ജിനീഷേട്ടനും പൊന്നാട ഒന്നുകൂടെ അണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആ ഒരു എക്സ്പീരിയൻസും എല്ലാം എല്ലാവരും ഷെയർ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു, ഹാപ്പിയായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം എല്ലാവരും വീട്ടിൽ പോയി. പക്ഷേ ഇപ്പോഴും ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു പ്രിഷ്യസ് മൊമെൻ്റ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എനിക്കറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇതേപോലത്തെ ഓരോ പ്രിഷ്യസ് മൊമെൻറ്റ്സ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടനോട് അമർത്തിയാൽ പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റും കിട്ടുമായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ബായ്. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ഗൈസ്. ബൈ.